അല്ല നീ ഇവിടെ നിന്നു. ഹലോ, എനിക്ക് പനിയാട്ടോ. ഡോക്ടറെ കാണിക്കാൻ പോകുന്ന രംഗാണ്. രണ്ടാളും വരുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം ഒരാൾ ഞാൻ പുറപ്പെടുന്നതിന് മുന്നേ തന്നെ പുറപ്പെട്ടിറങ്ങി. നൈനൂട്ടിയുണ്ട് കേട്ടോ എൻ്റെ കൂടെ. വരണ്ടാന്ന് പറഞ്ഞിട്ടു ആൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വണ്ടി കയറലും ആളുറങ്ങി കേട്ടോ. വരാൻ നേരം മഴയൊന്നുമില്ലായിരുന്നു. കുറച്ച് പുതിയങ്ങാടി അവിടെ എത്തിക്കഴിഞ്ഞാലോ നല്ല മഴ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ മഴയായിരുന്നു കേട്ടോ. നമ്മളെ എരഞ്ഞിപ്പാലുള്ള സാറിന് ഹോസ്പിറ്റലാണ് കാണിക്കാൻ വന്നത്. നൈനൂട്ടിനെ കൂട്ടി വന്ന് എനിക്ക് തന്നെ പണി കിട്ടിട്ടോ. ഞാനിങ്ങനെ എടുത്ത് നടക്കേണ്ടി വന്ന്. കാരണം ഏട്ടന് മരുന്ന് പോകാനോ അതിനൊക്കെ പോകാനുള്ളതിനെ കൊണ്ട് എടുത്ത് നടക്കാനാവില്ലല്ലോ എന്ന് ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. പിന്നെ തിരിച്ച് ഡോക്ടറൊക്കെ കാണിച്ച് തിരിച്ച് ഷോപ്പിൻ്റെ മുന്നിലെത്തിട്ടോ. ഞാനിവിടെ കുറച്ച് സമയം ചിലവഴിക്കണ്ടേ. കാരണം ഞങ്ങൾക്ക് ഒരു മെഷീൻ വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലാട്ടോ വന്നത്. അത് ക്രെയിന് വന്നിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും മുകളിലത്തെ റൂമിലെത്തിക്കാൻ. അപ്പോൾ ക്രെയിന് കാത്തു നിന്ന് അങ്ങനെ ക്രെയിന് വന്ന് നമ്മൾ മെഷീനൊക്കെ പൊന്തിക്കുന്ന രംഗാട്ടോ ഇനി കാണുന്നത്. രൂപേഷൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെല്ലാം ഞങ്ങൾ കമ്പനിയിലെ സ്റ്റാഫാണ്. കാരണം അവർ നല്ല സപ്പോർട്ടാട്ടോ. ഈ മെഷീൻ വരാൻ കുറച്ച് നേരം വൈകിയുണ്ട്. നേരം വൈകിയപ്പോൾ ഞങ്ങളെ സഹായിക്കാനും എല്ലാം അവർ അവിടെ നിന്നുണ്ട്. വേറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് നിൽക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഉണ്ടാവുകയും പിന്നെന്താ പറയുക, എന്തിനും കൂടെ നിൽക്കും കേട്ടോ അവർ. ക്രെയിന് പൊന്തിക്കുന്ന കണ്ടപ്പോൾ വിചാരിക്കൂ അത്രേ വെയിറ്റ് ഉള്ളൂന്ന്. പക്ഷേ ഇത് ഉള്ളിലെത്തിച്ച് ഇവർ വലിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല വെയിറ്റുള്ള മെഷീനാണെന്ന്. അപ്പോൾ അവർ ഒരു വിധത്തിൽ പൊന്തിച്ച് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് വലിച്ചിട്ട് വേണം നമ്മൾ അത് മെഷീൻ വെക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ. അങ്ങനെ ക്രെയിനിൻ്റെ പണിയും കഴിഞ്ഞ് മൂപ്പർ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ബാക്കി ഇവർ കഷ്ടപ്പെട്ട് വലിച്ച് അങ്ങോട്ട് നീക്കി കൊണ്ടുപോകുന്നുണ്ട്. എവിടേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.